നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 14/8/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓണവും കല്യാണ സീസണൊക്കെ ആണല്ലോ. സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 65 രൂപ, ഒരു പവൻ്റെ മുകളിൽ 520 രൂപയാണ് ഇന്ന് വൈകിട്ട് സ്വർണ്ണവില ഇടിഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇടിവിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഇത് പ്രതിഫലിച്ചത്. അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയും ഇടിഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 250 രൂപയും ഒരു 10 ഗ്രാം വെള്ളിയുടെ മുകളിൽ 2500 രൂപയാണ് ഇപ്പോൾ വിവരം ഓടുന്നത്. തുടർച്ചയായുള്ള കയറ്റത്തിന് ശേഷം സ്വർണ്ണവില ഇടിഞ്ഞ് നിന്ന് വിശദമായി നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 14,015, ഒരു പവൻ 1,12,120. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 15,289, ഒരു പവൻ 1,22,312. 18 ക്യാരറ്റ് 1 ഗ്രാം 11,467, ഒരു പവൻ 91,736. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ കടയിൽ GSTയും പണിക്കൂലിയും ഹാൾമാർക്കിൻ്റെ ഒക്കെ ചാർജ് കൊടുക്കേണ്ടി വരും. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS പോർക്കിൽ 279, RSS ബൈക്കിൽ 276, ISN 256, ലാറ്റക്സ് 60% ഡിയാസിൽ 199 70 പൈസ. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS പോർക്കിൽ 279, RSS ബൈക്കിൽ 276, അഗർത്തല വില നോക്കുമ്പോൾ RSS പോർക്കിൽ 272, RSS ബൈക്കിൽ 269. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 269, RSS 2 267 28 പൈസ, RSS 3 265 69 പൈസ, RSS 4 264 83 പൈസ, RSS 5 264 39 പൈസ. ഇതാണ് വിദേശ വില. വിദേശ വിലയും റബ്ബറിൻ്റെ വിലയും ഒക്കെ കുറയുകയാണ് ഇപ്പോൾ. എന്തായാലും സംസ്ഥാനത്ത് ജയിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ ആലോചനയുമായി ജയിൽ വകുപ്പ്. മട്ടൺ പോലുള്ള റെഡ് മീറ്റുകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാലും വില കൂടുന്നതിനാലും അവ ഒഴിവാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സർക്കാർ അംഗീകാരത്തിന് ശേഷം തുടർ നടപടിയായി സ്വീകരിക്കും. ഭക്ഷണം പുനഃക്രമിക്കുന്നതിനനുസരിച്ച് ആലോചിക്കുന്നുണ്ടെന്നും പഠിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നും ജയിൽ DGP S ശ്രീജിത്ത് പറഞ്ഞു. എന്നാൽ പല ആൾക്കാരും പറയുന്നത് വിശപ്പടക്കാനും ജീവൻ നിലനിർത്താനും ആവശ്യമായ ഭക്ഷണം മാത്രമേ ജയിലിൽ കൊടുക്കാവൂ. തമിഴ്നാട്ടിൽ ഇപ്പോൾ പുതിയ സർക്കാർ ചിക്കനും മട്ടനും ഒക്കെ നിർത്തിയിരിക്കുകയാണ് ജയിലിൽ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ.